ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇതാണ് എൻ്റെ ആ സാരി. ഇതിപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിന് ഇപ്പോൾ ഒരു 3 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും ഈ ഒരു സാരി ഞാൻ എടുത്തിട്ട്. അപ്പം ഈ ഒരു ഓറഞ്ച് ഷെയ്ഡും അതുപോലെ ഈ ബോർഡറിൽ പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ താഴത്തെ ബോർഡർ വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ പല്ലു വരുന്നത് ഈ ഒരു കളറാണ്. അപ്പോൾ ഈ ഒരു പിങ്കും ഓറഞ്ചും കൂടെ നല്ല കോമ്പിനേഷൻ എനിക്ക് നല്ല കണക്ക് ഒരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ടപ്പോൾ ഞാനും അമ്മയ്ക്കും ഈ സെയിം സാരി തന്നെയാണ് അന്ന് യൂസ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ കളർ സാരി തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ സാരി അന്ന് ഉടുത്തിട്ട് മടക്കി വെച്ചാണ്. പിന്നെ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സാരി യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് സാരി ഇടാൻ, പക്ഷേ കംഫർട്ടബിൾ അല്ല. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ അവിടെ ഇവിടെയൊക്കെ പിന്നെ കുത്തി വെച്ചതും വയറെല്ലാം കൂടി ഇറങ്ങിയും ആകെ അൺകംഫർട്ടബിളാണ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് പിന്നെ ചൂടെടുക്കും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ സാരി അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരുപാട് ടൈം എടുക്കും ഉടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചാൽ പോലും എനിക്ക് ടൈം എടുക്കും. അപ്പോൾ പെട്ടെന്നൊരു അമ്പലത്തിൽ പോകണമെന്ന് വെച്ചാൽ സാരി കൊടുത്തുകൊണ്ട് പോകാൻ നടക്കത്തില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സാരി ഒന്ന് ഒരു ഗൗണാക്കി ചെയ്താലെന്ന്. അപ്പം അങ്ങനെ ഓൾറെഡി ഞാനൊരു സാരി ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. എന്നാലും ഇതൊരു നല്ലൊരു കളറാണല്ലോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാം, ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെയുള്ള ആ ഒരു മൈൻഡിലാണ് ഞാൻ ഈ ഒരു സാരി, എൻ്റെ ഈ നല്ലൊരു സാരി ഞാൻ കട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരി എങ്ങനെയാണ് കട്ട് ചെയ്ത് പ്ലീറ്റൊക്കെ കൊടുത്തൊരു ഗൗൺ ആക്കുന്നതെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ എൻ്റെ കയ്യിലില്ല. കാരണം ഞാൻ പല ദിവസങ്ങളിലും അതുപോലെ പല സമയത്തായിട്ടൊക്കെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് എല്ലാ സമയത്തും ഒന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നെക്ക് പോർഷനിൽ ഞാനൊരു ഹൈലൈറ്റ് പോലൊരു വേറൊരു കളർ കൊടുക്കുന്നുണ്ട്. അതായത് ഓറഞ്ച് കളറിൽ തന്നെ അതിൻ്റെ മുന്താണിയിലുണ്ടായിരുന്നൊരു പീസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം ഞാനതൊരു പൈപ്പിംഗ് ചെയ്തിട്ട് അതിനടിയിലോട്ടാണ് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഒരു പൈപ്പിംഗ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടാണ് ഇത് തിരിച്ചിടുക. അപ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് എല്ലാം അകത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യമേ എന്ത് ചെയ്യുക, അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടാണ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യാറ്. കാരണം എന്ന് വെച്ചാൽ ഈ തുണി ഇങ്ങനെ ചില സമയത്ത് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ വീണ്ടും അഴിച്ചഴിച്ച് ഒത്തിരി പണി ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്തിട്ട് നമ്മൾ സാവകാശം ചെയ്യാമെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു നെക്ക് പോർഷനിൽ കുറച്ച് മുകളിലേക്ക് ആ ഒരു ഞാൻ വെച്ചിരുന്ന ആ ഒരു മെറ്റീരിയൽ കയറി നിൽപ്പുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് തിരിച്ചിടുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ആ ഒരു ലുക്ക് വരത്തുള്ളൂ. ഇതിപ്പോൾ തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ നെക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ അത് ആ ഒരു നേരെ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ തെള്ളി ആ ലൈനിങ് മെറ്റീരിയൽ ഇങ്ങനെ പുറത്തോട്ട് തെള്ളി വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ അത് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇതാണ് ഫ്രണ്ട് പോർഷൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് മെനക്കേടാണ് ഇങ്ങനെ പിടിച്ച് വെച്ചൊക്കെ ഒന്ന് ചെയ്യാൻ. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും ഈ സ്റ്റിച്ച് ചെയ്യുന്നവർ എന്തിനാണ് ഇത്രയും പൈസ വാങ്ങിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല കഷ്ടപ്പാടുണ്ട്, അതുകൊണ്ടാണ് അവർ ഇത്രയും പൈസ വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്ക് പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ 2 പീസ്, അതായത് ഫ്രണ്ടും ബാക്കും പോർഷൻസും നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവ്സ് രണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തും കൂടെ ഞാനൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അപ്പർ പോർഷൻ എന്ന് പറഞ്ഞാൽ. ബോട്ടം പോർഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കേർട്ടിൻ്റെ പോലെ വരുന്നത്, ഇതുപോലെ പ്ലീറ്റൊക്കെ ഇട്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബോട്ടം വരുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗൗൺ റെഡി ആവുന്നത്. അപ്പോൾ ഇതാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. ഇനി ഇതിൻ്റെ ഇട്ട് നോക്കുമ്പോൾ ഉള്ള ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ എൻ്റെ ഈ ടേബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴെ ഇട്ടിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഫൈനലി നമ്മുടെ ഗൗൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നിറയെ പ്ലീറ്റ്സ്, അതായത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ബോട്ടം പോർഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു മടങ്ങിയിരിക്കുന്നത്. നല്ല ഭംഗിയാണത് കാണാൻ. പിന്നെ ഞാൻ കൊടുത്തേക്കുന്നത് വെച്ചാൽ ആ നെക്കിൽ നമ്മൾ ആ ഒരു ഹൈലൈറ്റ് കൊടുത്തത് പൈപ്പിംഗ് ഒക്കെ ചെയ്ത് വേറൊരു കളറൊക്കെ കൊടുത്തേക്കുന്നതിൻ്റെ ഒരു ഭംഗി കാണാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഇറിറ്റേഷനോ ഈ ഒരു തുണിയുടെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ ഞാൻ സ്ലീവിൽ ചെയ്തത് ലൈനിങ് കൊടുക്കാതെ അതിൻ്റെ അറ്റത്തൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം കട്ടിയുള്ളൊരു തുണിയായിട്ട്
ഞാൻ ഈ അയൺ ചെയ്തിട്ട് പോലും അതിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്, കുറച്ച് അധികം പൊങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെറ്റേണിറ്റി വെയറൊക്കെ ഇടുമ്പോൾ നമുക്ക് വയറൊക്കെ ഇങ്ങനെ തെള്ളി നിൽക്കില്ലേ, അതേപോലൊരു ഫീലാണ് ഇത് ഇട്ടിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ.